നമസ്കാരം. വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനെക്കുറിച്ച് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ അതിമനോഹരമായ ഹിന്ദി പുസ്തകത്തിന്റെ ഈ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അറിവ് നേടുന്നതിനും നമ്മുടെ വ്യക്തിത്വം വാർത്തെടുക്കുന്നതിനുമുള്ള ഏറ്റവും സുവർണമായൊരു കാലഘട്ടമാണ് വിദ്യാർത്ഥി ജീവിതം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാനുമുള്ള നമ്മുടെ ഏറ്റവും ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന ചില അതിഗംഭീരമായ ആശയങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഉള്ളടക്കം പൂർണ്ണമായും പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി രചിച്ച യഥാർത്ഥ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതെ, തികച്ചും ആധികാരികമായ അറിവാണ് ഇത്. നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ഭാവിയെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ചിന്തകളുടെ ഒരു അമൂല്യ സമാഹാരമാണിത്. ശരി, നമുക്കിതിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയുടെ അടിത്തറ എന്താണെന്ന് നോക്കാം. അതൊരു നിരന്തരമായ ഉണർവാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയുടെ അച്ചടക്കത്തെയും ശ്രദ്ധയെയും നിർവചിക്കുന്ന 5 പ്രധാന കാര്യങ്ങളെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ആകാശത്ത് പറക്കുമ്പോഴും താഴെ ഭക്ഷണം കാണുമ്പോൾ കൃത്യമായി പറന്നുറങ്ങുന്ന കാക്കിയെപ്പോലെയുള്ള നിരന്തര പരിശ്രമം, മീനിനെ പിടിക്കാൻ ഒറ്റക്കാലിൽ തപസ്സിരിക്കുന്ന കൊക്കിനെപ്പോലെയുള്ള കൂർത്ത ഏകാഗ്രത, ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഉണരുന്ന നായെപ്പോലെയുള്ള ജാഗരൂകമായ ഉറക്കം, എപ്പോഴും മിതമായ ഭക്ഷണം, ഒപ്പം പരമമായ അറിവ് നേടാനായി സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള ഗൃഹത്യാഗം എന്നിവയാണവ. ഈ 5 ഗുണങ്ങൾ ഒരു വിദ്യാർത്ഥിയെ ശരിക്കും അജയനാക്കും. യൗവനമെന്നു പറയുന്നത് വെറുതെ സുഖിക്കാനുള്ളതല്ല കേട്ടോ. മറിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മുടെ ബുദ്ധിശക്തിയെയും ആത്മബലത്തെയും കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള സമയമാണ്. തെരുവുവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഠിച്ചിരുന്ന ഒരു ദരിദ്രനായ കുട്ടിയുടെ കഥ നിങ്ങൾക്കറിയാമോ? സുഖസൗകര്യങ്ങൾ തേടിപ്പോക്കിയൂടെ എന്ന് ചോദിച്ച സുഹൃത്തിനോട് വളരെ ശാന്തനായി അവൻ പറഞ്ഞതിങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള എന്റെ കഴിവുകൾ തെളിയിക്കാനുള്ളതാണ്. ആ കുട്ടി മറ്റാരുമായിരുന്നില്ല, ഭാരതം കണ്ട ഏറ്റവും മഹാനായ പണ്ഡിതന്മാരിൽ ഒരാളായ ഈശ്വരചന്ദ്ര വിദ്യാസാഗറായിരുന്നു. ഈ വലിയ സഹനമാണ് അദ്ദേഹത്തെ മഹാന്മാരുടെ നിരയിലേക്ക് ഉയർത്തിയത്. ഇനി നമുക്ക് സ്വഭാവവും പെരുമാറ്റവും എങ്ങനെ ആയിരിക്കണം എന്നതിലേക്ക് വരാം. അറിവ് നേടുന്നതിനൊപ്പം തന്നെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. മഹാനായ തത്വചിന്തകനായ സെനോയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ അരിസ്റ്റഡീസിന്റെയും കഥ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അരിസ്റ്റഡീസിനെ ഒരിക്കൽ പിതാവ് ക്രൂരമായി വഴക്കു പറഞ്ഞു. പക്ഷെ അവൻ അങ്ങേയറ്റം ശാന്തനായിരുന്നു. ഇതിന്റെ കാരണം ചോദിച്ചവരോട് അവൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. തന്റെ ഗുരുവായ സെനോ അവനെ പഠിപ്പിച്ചത് സദ്വൃത്തമായ പെരുമാറ്റം, നിസ്സംഗത, ലക്ഷ്യത്തോടുള്ള കൂർ എന്നിവയാണെന്ന്. അവൻ പറഞ്ഞു, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും ശാസനകളും ഉണ്ടായാലും തളരാതിരിക്കാൻ യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കണം. വിനയമെന്നു പറയുന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് നമ്മുടെ വളർച്ചയുടെയും ആരോഗ്യത്തിന്റെയും ഉറപ്പുള്ള അടിത്തറയാണ്. അച്ചടക്കമില്ലായ്മ എന്നത് കഴിവുകെട്ട വിദ്യാർത്ഥികൾ അവരുടെ അപകർഷതാബോധം മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന വെറുമൊരു മുഖമൂടി മാത്രമാണ്. അധാർമികതയെ ധൈര്യപൂർവ്വം എതിർക്കാനുള്ള ആന്തരിക ശക്തിയാണ് യഥാർത്ഥ ധൈര്യം, അല്ലാതെ വെറുതെ നിയമങ്ങൾ ലംഘിക്കുന്നതല്ല കേട്ടോ ധീരത. ഇതൊരു വെറും കഥയല്ല, ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. ടൊറന്റോയിലെ ഒരു ദരിദ്രനായ ബാർബറുടെ മകനായി ജനിച്ച് മാസം വെറും 7 രൂപ സമ്പാദിച്ചിരുന്ന ഒരു സാധാരണ ക്ലാർക്കിൽ നിന്ന് 128 പത്രങ്ങളുടെയും മറ്റു നിരവധി വൻകിട സ്ഥാപനങ്ങളുടെയും ഉടമയായി മാറിയ ടോക്സിന്റെ ജീവിതം ഇതിന് വലിയൊരു തെളിവാണ്. കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്ന് അപാരമായ സമ്പത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്താണോ? അദ്ദേഹത്തിന്റെ സ്വയം പര്യാപ്തതയും ധാർമ്മികമായ ജീവിതവും മാത്രമാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ്: നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നിർണ്ണയിക്കൽ. ജീവിതത്തിൽ ശരിയായ ദീർഘവീക്ഷണമുണ്ടായിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അതിവിശാലമായ ഒരു ഫലവൃക്ഷത്തോട്ടത്തിലെത്തിയ 2 യുവാക്കളെക്കുറിച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതിലൊരാൾ ലക്ഷ്യമില്ലാതെ അവിടെയുള്ള പഴങ്ങൾ മാത്രം കഴിച്ച് തന്റെ സമയം മുഴുവൻ കളഞ്ഞു. എന്നാൽ രണ്ടാമൻ ആ മണ്ണ് ആഴത്തിൽ പഠിക്കുകയും ഭാവിയിൽ തന്റേതായൊരു തോട്ടം നിർമ്മിക്കാനുള്ള അറിവ് നേടുകയും ചെയ്തു. ജീവിതത്തിലെ സാധാരണ കടമകൾ നിറവേറ്റുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദീർഘവീക്ഷണമാണ് ഒരു മനുഷ്യനെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എത്ര മനോഹരമായൊരു ചിന്തയാണിതെന്ന് നോക്കും. ജീവിതത്തിന്റെ പ്രാധാന്യം ബാഹ്യമായ പ്രകടനങ്ങളിലല്ല, മറിച്ചൊരു വ്യക്തിയുടെ ആന്തരിക ലോകത്തിലാണ്. അസാധാരണമായൊരു ജീവിതം എപ്പോഴും പരമ്പരാഗത രീതികളുടെ അതിരുകളെ ഭേദിക്കുന്നതായിരിക്കും. ലക്ഷ്യമില്ലാത്ത വെറും സമ്പന്നതയേക്കാൾ സംസ്കാരസമ്പന്നവും
പ്രശാന്തവുമായ മനസ്സാണ് എപ്പോഴും ഒരു വ്യക്തിയെ കൂടുതൽ ശ്രേഷ്ഠനാക്കുന്നത്. അപ്പോൾ ലക്ഷ്യം തീരുമാനിച്ചു. ഇനി എങ്ങനെയാണ് ഇതിലേക്കെത്താനുള്ള ആന്തരിക ഊർജം നമ്മൾ ഉണർത്തുക? ഈ വലിയ മാറ്റത്തിന്റെ ആരംഭം എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. പലർക്കും കഠിനാധ്വാനമെന്ന് കേൾക്കുമ്പോഴേ മടിയാണല്ലേ? എന്നാൽ സത്യത്തിൽ അത് നിങ്ങളെ തളർത്തുകയല്ല ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ കൃത്യമായ ഊർജം നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ സ്വയം ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമാണിത്. ഇതിനെയാണ് സാധന അഥവാ ആത്മനിയന്ത്രണം എന്ന് വിളിക്കുന്നത്. ദൈവാനുഗ്രഹം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ആത്മാർത്ഥവും സ്ഥിരവുമായ പരിശ്രമമാണിത്. ഈ സാധനയിലൂടെ മാത്രമേ നാം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയുള്ളൂ. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ നിയമം വരുന്നത്. ശക്തിയില്ലാതെ വിജയം സാധ്യമല്ല. വിജയത്തിന് പൂർണ്ണമായും ആവശ്യമായ, ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന അനന്തവും സമാനതകളില്ലാത്തതുമായ ആത്മീയ ശക്തിയാണിത്. ഈ വലിയ ദൈവിക ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണർത്തേണ്ടതാണ്, അല്ലാതെ പുറത്തുനിന്നോ മറ്റുള്ളവരോടോ യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല ഇത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജെയിംസ് എ ഗാർഫീൽഡിന്റെ ജീവിതം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഒരു ചെറിയ ലൈബ്രറി ജീവനക്കാരനിൽ നിന്നാരംഭിച്ച് ഗ്രാജുവേഷനും സാമൂഹിക പ്രവർത്തനങ്ങളുമൊക്കെ കഴിഞ്ഞ് ഒടുവിൽ അമേരിക്കയുടെ പരമോന്നത പദവിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. സ്വന്തം കടമകളോടുള്ള സമ്പൂർണ്ണ അർപ്പണബോധവും കഴിവും എങ്ങനെയൊരു മനുഷ്യനെ ഉന്നത വിജയങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ഈ ചരിത്രം അടിവരയിട്ട് തെളിയിക്കുന്നു. പ്രതിഭയും സേവനമനോഭാവവും എപ്പോഴും ദൈവികമായ വിജയത്തെ നമ്മളേക്ക് ആകർഷിക്കും. ഇനി നമ്മൾ കാത്തിരുന്ന ആ സുവർണ ചട്ടക്കൂടിലേക്ക് നമുക്ക് കടക്കാം. വിജയത്തിന്റെ അടിസ്ഥാനമായ 3 പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ ലോകത്ത് സ്രഷ്ടാവ് ആരോടും ഒരു പക്ഷപാതവും കാണിച്ചിട്ടില്ല. ശരീരം, മനസ്സ്, പിന്നെ കൃത്യം 24 മണിക്കൂർ സമയം എന്നിവ ഈ ലോകത്തുള്ള എല്ലാവർക്കും തുല്യമായി നൽകപ്പെട്ടിരിക്കുന്നു. അതായത് പരാജയം എന്നത് പൂർണ്ണമായും ഈ ആന്തരിക വിഭവങ്ങളെ നമ്മൾ കൃത്യമായി വിന്യസിക്കാത്തതുകൊണ്ടും അവയെ ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടും മാത്രം സംഭവിക്കുന്നതാണ്. വിജയത്തിന്റെ ആ 3 സുവർണ നിയമങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. ഒന്നാമതായി, ജീവിത ലക്ഷ്യം കൃത്യമായി നിർണയിക്കുക. രണ്ടാമതായി, ആ ലക്ഷ്യത്തോടുള്ള അതിയായ അഭിനിവേശം ഉള്ളിൽ ഉണർത്തുക. മൂന്നാമതായി, വിഭവങ്ങളുടെയും സമയത്തിന്റെയും ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തുക. ഇതിൽ ഒരു പടി ഒഴിവാക്കിയാൽ പോലും ജീവിതമെന്ന അതിവിശാലമായ കടലിന്റെ പ്രക്ഷുബ്ധതയിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യബോധം പൂർണ്ണമായും നഷ്ടപ്പെടും. ചിതറിക്കിടക്കുന്ന സൂര്യരശ്മികളെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ ഭൂമിയിൽ പതിക്കുന്ന രശ്മികൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു മാഗ്നിഫയിംഗ് ഗ്ലാസ്സിലൂടെ അവയെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അവ തീവ്രമായ അഗ്നി തന്നെ സൃഷ്ടിക്കുന്നു. അതുപോലെ ചിതറിക്കിടക്കുന്ന ചിന്തകൾ മനസ്സിന്റെ അനന്തമായ സാധ്യതകളെ പാഴാക്കുന്നു. എന്നാൽ നിങ്ങളെ ഊർജ്ജം മുഴുവൻ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അജേയമായി മാറും. ഉറപ്പാണ്. ഇനി ഇതിന്റെ അവസാനത്തെയും ഏറ്റവും അഗാധവുമായ ആശയത്തിലേക്ക് വരാം. അധ്വാനത്തിന്റെ ആത്മീയ ശക്തിയും ആത്മീയ സമർപ്പണവും. കഠിനാധ്വാനമെന്നത് നമ്മൾ ചുമക്കേണ്ട ഒരു വലിയ ഭാരമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിലെ കൽപ്പവൃക്ഷമാണ്. സ്വർഗത്തിലെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന പുരാണങ്ങളിലെ ആ ദിവ്യവൃക്ഷം പോലെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ബുദ്ധിയും പ്രതാപവും സമ്പത്തും ഐശ്വര്യവുമെല്ലാം നമുക്ക് വാരിക്കോരി നൽകുന്നത് ഈ കഠിനാധ്വാനമാണ്. മഹാനായ പണ്ഡിതൻ തുളസീദാസ് രാമചരിതമാനസത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തപ് ആധാർ സബ് സൃഷ്ടി ഭവാനി. അതായത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്തംഭം തന്നെ ഈ തപസ്സാണ് എന്ന്. കഠിനാധ്വാനത്തിന്റെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണിത്. വെറുമൊരു ശാരീരിക അധ്വാനത്തെ ഏറ്റവും ഉയർന്ന ആത്മീയ അന്വേഷണമായത് ഉയർത്തുന്നു. നമ്മുടെ നിരന്തരമായ സാധനയിലൂടെ മാത്രമേ ഈ ഉയർന്ന തലത്തിലേക്ക് എത്താൻ കഴിയൂ. പണമുള്ളവർക്ക് ശാരീരികമായി അധ്വാനിക്കേണ്ട കാര്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇക്കാലത്ത് വളരെ സാധാരണമാണല്ലേ? ആ ചിന്ത നമുക്ക് തിരുത്താം. ശാരീരിക അധ്വാനവും മാനസികാധ്വാനവും പകലും രാത്രിയും പോലെ പൂർണ്ണമായും പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും തളർച്ചയും നാശവും തടയാൻ അവ രണ്ടും അത്യാവശ്യമാണ്. ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കടമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് ആത്യന്തികമായ ആശ്വാസവും സന്തോഷവും നൽകുന്നു. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ച് ഈ വിശകലനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്താനും നിങ്ങളുടെ ആത്യന്തിക ജീവിത ലക്ഷ്യം കൈവരിക്കാനും നിങ്ങൾക്ക് തുല്യമായി ലഭിച്ച ഈ ദൈവികമായ 24 മണിക്കൂർ നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആഴത്തിലുള്ളൊരു സ്വയം പരിശോധനയ്ക്ക് ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തെയും ലക്ഷ്യങ്ങളെയും തികച്ചും പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി.